ഈ ഒരു കറി ഉണ്ടാക്കിയാൽ എക്സ്ട്രാ ഒരു ചെമ്പ് ചോറും കൂടി ഉണ്ടാക്കേണ്ടി വരും. ചെമ്പിലെ ചോറ് കാലിയാവുന്നത് അറിയേയില്ല, അത്രക്കും രുചിയാണ് ഈ കറിക്ക്. ഈ കറി ഇളവൻ കുമ്പളം കൊണ്ടും ചെയ്യാം, നമുക്ക് വെള്ളരിക്ക കൊണ്ടും ചെയ്യാം. ഈ കറി അടുപ്പത്ത് നിന്ന് തിളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കൊണ്ട് വീട് നിറയും. അപ്പോൾ തന്നെ നല്ല ചൂട് ചോറും കൂട്ടി കഴിക്കാനുള്ള ആ ഒരു ആക്രാന്തം തുടങ്ങും. ഇത് മറക്കാതെ മടിക്കാതെ ഈ കറി ഉണ്ടാക്കി നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. വളരെ രുചികരമായ വറുത്തരച്ച പുളിങ്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ചൂട് ചോറിൽ ഈ ചൂട് കറിയും ഒഴിച്ച് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നോ. വാവ്, വയറ് പൊട്ടി കഴിച്ചാലും മനസ്സ് നിൽക്കില്ല, ഇനിയും കഴിക്കണമെന്ന് തോന്നും. ഈ കറിയുടെ റെസിപ്പിയും മെത്തേഡും പറയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിക്കൊണ്ട് 1/2 കിലോ ഇളവൻ കുമ്പളങ്ങ ഞാൻ എടുത്തത് നല്ല വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇതേ കറി വെള്ളരിക്ക കൊണ്ടും ചെയ്യാം. വെള്ളരിക്കയുടെ സ്കിന്ന് കളയേണ്ടില്ല, തൊലി കളയേണ്ടതില്ല. നന്നായിട്ട് കഴുകി അതിൻ്റെ ഉള്ളിലത്തെ നമ്മളെ സീഡും ഒക്കെ കളഞ്ഞ ശേഷം വലുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ കറിക്ക് 2 പിടി തേങ്ങ വേണം, അരപ്പ് ചേർക്കാനാണ്. 1 കൈ തുവരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ച് മാറ്റി വെക്കണം. ഇനി വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ അരി, നമ്മളെ പുഴുങ്ങലരി, 2 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും വേണം. പിന്നെ 5 കാശ്മീരി മുളക്. കാശ്മീരി മുളകാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല, എന്നാൽ കൊഴുപ്പുണ്ടാവും. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, 2-3 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും ഐറ്റംസ് വേണം. ആദ്യം തന്നെ അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കുകയാണ്. ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം, വെളിച്ചെണ്ണ എല്ലാം ചെയ്യുന്നത്. തുവരപ്പരിപ്പ്, ചെറുപരിപ്പ്, മല്ലി, ജീരകം, അരി, കാശ്മീരി മുളക്, കറിവേപ്പില, പുളി ഒഴുകി ബാക്കി എല്ലാ സാധനവും ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം കരിഞ്ഞ് മൂക്കരുത്, ഒരു പാകത്തിന് മൂത്തതിന് ശേഷം ഇറക്കി വെക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. വറുത്തെടുത്ത മസാലക്കൂട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. ഇനി നമ്മൾക്ക് ഈ ഇളവൻ കഷ്ണം വേവിക്കണം. അതിനുവേണ്ടി ഇതേ കടായി തന്നെയാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കണമെങ്കിൽ കുക്കർ ഉപയോഗിക്കാം. കുക്കറിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ മതിയാവും. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പ് ചേർക്കാൻ പോവാണ്. മസാലക്കൂട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർക്കണം. പിന്നെ വേവിച്ച പരിപ്പൊക്കെ ചേർക്കാനുണ്ട്. അരപ്പ് ചേർത്ത ശേഷം വേണ്ടത്ര വെള്ളം ചേർക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും, കാരണം വെച്ചാൽ നമ്മളിത് പരിപ്പൊക്കെ വറുത്തരച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം എത്രത്തോളം നിങ്ങൾക്ക് കൊഴുപ്പ് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഉപ്പൊക്കെ പാകം നോക്കി ചേർക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് താളിക്കണം. താളിക്കെന്ന് പറഞ്ഞാൽ വറവിടുക. കറി ഞാൻ ഓഫാക്കുകയാണ്. ഇനി വറവിട്ടൊഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ ഉലുവിട്ട് കൊടുക്കുക. കുറച്ച് ഒരു 1/2 ടീസ്പൂണേ വേണ്ടുള്ളൂ. അത് പൊട്ടി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, ഉണക്കമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറവിട്ട് നല്ല ടേസ്റ്റി കറി റെഡി. നിങ്ങൾക്ക് ഈ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.